സാറേ നമസ്കാരം. നമസ്കാരം. സാറ് പേരെന്ന് പറയാമോ? ഞാൻ രാജു ജോസഫ്. ഇത് ശരിക്കും സ്ഥലം എവിടെയത്? കദളിക്കാട് അല്ലേ? സാർ എന്ത് ചെയ്യുക? ഞാൻ ഓറിയൻ്റൽ ഇൻഷുറൻസിലെ ഓഫീസറായിരുന്നു. അല്ലേ? റിട്ടയറാണ്. ഓക്കെ. നമ്മുടെ സോളാർ ഇപ്പോൾ ശരിക്കും എത്ര വർഷം ഇവിടെ സെറ്റ് ചെയ്തിട്ട്? 3 മാസം. 3 മാസമേ. ഓക്കെ. എന്താ അതിനുള്ള കാരണം എന്താ? സോളാറിലേക്ക് വരാനുള്ള കാരണം എന്താ? നമ്മുടെ പവർ കൺസംഷൻ അത്യാവശ്യം ഉള്ളൊരു വീടായിരുന്നു. ബില്ല് അധികരിച്ച് പോകുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഒന്ന് ഇട്ട് നിൽക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് പലയിടത്തുനിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കഴിഞ്ഞു. അതിലേക്ക് ഞാൻ സോളാറിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്നു വിസിറ്റ് ചെയ്തു. എൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് തന്നു. അത് സ്വീകാര്യമായി. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പോൾ എത്ര രൂപ നമുക്ക് മുടക്കാറുണ്ട് ഇത് ഇൻസ്റ്റാളേഷന് വേണ്ടി? എനിക്കൊരു 260 260 അല്ലേ? സബ്സിഡി കഴിഞ്ഞു കേട്ടോ. ഓക്കെ. സാർ അതുപോലെ ഇവിടെ എത്ര വോട്ടിൻ്റെ സോളാർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്? 5 kV ആണ്. 5 kV അല്ലേ? ശരിക്കും പറഞ്ഞാൽ കറണ്ട് ബില്ല് നമുക്ക് എത്ര വന്നുകൊണ്ടിരുന്നത് ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ്? ഒരു 6000-നും 8000-നും ഇടയ്ക്ക് ബില്ലായിരുന്നു. അല്ലേ? ഇപ്പം കറണ്ട് ബില്ല് സീറോ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ സീറോ എന്ന് പറഞ്ഞാൽ എനർജി ചാർജ് നില്ലാണ്. എല്ലാവരും സംശയം അത് നമ്മൾ സോളാർ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറണ്ട് ബില്ല് സീറോ ആക്കാൻ പറ്റുമെന്നുള്ളത്. എനർജി ചാർജ് സീറോ ആക്കാൻ പറ്റും. ഫിക്സഡ് ചാർജും മീറ്റർ റെൻറ്റും അതുപോലെ ഒരു ചെറിയ എമൗണ്ട് കൂടി അഡീഷണൽ വരും. എത്ര രൂപ? ഒരു ബിലോ 300. ഈ 300 താഴെ വരുള്ളൂ. അത്രേ എടുത്തുള്ളൂ. സാർ അതുപോലെ AC ഇപ്പം നമ്മുടെ വീട്ടിൽ എത്ര AC ഉണ്ട്? 2 AC ഉള്ളൂ. 2 AC ഉണ്ടല്ലേ? ഈ ACയും ബാക്കി എല്ലാ ഉപകരണങ്ങളും ഇപ്പം നമ്മുടെ സോളാറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ. ശരിക്കും പറയുന്നത് എങ്ങനെ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുക? അത്യാവശ്യം 5 kV ഇതിൽ ഈ 2 ACയും വീട്ടിലുള്ള മറ്റ് അത്യാവശ്യം സാധനങ്ങൾ മെമ്പേഴ്സിൻ്റെ എണ്ണം കുറവാണ്. അത് ഒരുവിധം ഫ്രീഡത്തിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ബില്ല് എക്സസ് ആയിട്ട് വരത്തില്ല. ഇല്ല. അപ്പം നമ്മൾ ഒരു പ്ലാനിങ് വേണം. പ്രോപ്പർ മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു 18-20 യൂണിറ്റ് വരെ പ്രൊഡക്ഷൻ കിട്ടും, അനുകൂലമായ കാലാവസ്ഥയാണെങ്കിൽ. പിന്നെ വേറൊരു സംശയം, ഈ മഴക്കാലത്ത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എനർജി പ്രൊഡക്ഷൻ? പോവല്ലോ, തീർച്ചയായിട്ടും. ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. പ്രൊഡക്ഷൻ വല്ലാതെ താഴെ പോയി, ജനറേഷൻ വല്ലാതെ കുറഞ്ഞു പോകും. ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവില്ല. എന്നാൽ പോലും എനർജി ചാർജ് എക്സീഡ് ചെയ്ത് പോയിട്ടില്ല. സാർ അതുപോലെ ഈ സോളാറിനെ പറ്റി ഇപ്പോഴും എല്ലാവരും വലിയ ധാരണയൊന്നുമില്ല, എല്ലാവർക്കും സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ഈ സോളാർ വെക്കുമ്പോഴത്തേക്ക് നമ്മളൊരു ബാറ്ററി സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ KSEBിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ സിറ്റി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അല്ല, KSEB ആയിട്ട് ഓൺ ഗ്രിഡ് സിസ്റ്റത്തിലാണ് ഈ പാനൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 8 മണിക്കൂർ ത്രൂ ഔട്ട് സൺലൈറ്റ് കിട്ടത്തക്ക നിലയിലുള്ള സ്ഥലത്താണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ അത്യാവശ്യം നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സസ് ആയിട്ടുള്ള എനർജി KSEBക്ക് കൊടുക്കാനുണ്ടാവും. അതാണ് ഇതിൻ്റെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവം. അപ്പോൾ നമുക്ക് എങ്ങനെ ആ പൈസ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ കൊടുത്തത് എക്സസ് ആണെങ്കിൽ ആനുവലായിട്ട് അവർ ഏതോ മാർച്ചിലേക്കിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എക്സസ് യൂണിറ്റിന് നമുക്ക് KSEB നമുക്കൊരു എമൗണ്ട് തരും. ത്രൂ ഔട്ട് മഴയുള്ള സമയങ്ങളിൽ നടക്കില്ല, അല്ലാതെയുള്ള ദിവസങ്ങളിൽ എന്തായിരുന്നാലും ഒരു 15-നും 17-നും ഇടയ്ക്കൊക്കെ യൂണിറ്റ് ജനറേഷൻ ഉണ്ട്. അതുപോലെ ഈ സോളാറിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ എങ്ങനെയാണ്, അതൊന്ന് പറയാമോ? മെയിൻ്റനൻസ് ഞാൻ ബന്ധപ്പെട്ട ടീം വളരെ നന്നായിട്ട് ഇതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനോടകം തന്നെ 3 വട്ടത്തോളം അവരോട് വന്നു. അതിൻ്റെ അത് മൊത്തമായിട്ട് അവർ വിലയിരുത്തി അതിന് വേണ്ട അസിസ്റ്റൻസ് എല്ലാം തരുന്നുണ്ടല്ലേ? അതിനെ സംബന്ധിച്ച് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ നമ്മൾ ഈ സോളാറിൽ ഈ പാല് കയറുക മഴക്കാലത്തൊക്കെ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ടോ? അതൊക്കെ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക? അതെല്ലാം അവർ കറക്റ്റായിട്ട് വന്ന് സോൾവ് ചെയ്ത് തന്നിട്ടുണ്ട്. മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ ബില്ല് വരുന്ന എല്ലാ മന്ത്ലി ബില്ല് വരുന്ന ദിവസവും അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ പാനലും ക്ലീൻ ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് മറ്റു ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല പറഞ്ഞത്, പക്ഷേ അതൊരു റൊട്ടീൻ ഇതായിട്ട് പോകാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ ജനറേഷനിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, താഴെ പോകുന്നില്ല. അപ്പോൾ സാറിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ സോളാർ, ഇപ്പോൾ എനിക്ക് സോളാർ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പേര് സംശയത്തിന് നേരിൽ ഇപ്പോൾ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് സാറിന് എന്താ പറയാനുള്ളത് ഇതിനെപ്പറ്റി? ഈ ഒരു സിസ്റ്റത്തിലേക്ക് മാറുന്നത് എപ്പോഴും ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു പവർ ഫ്രീഡം ഉണ്ട്. കാരണം നമ്മൾ അത്രമാത്രം ബില്ലിനെ സംബന്ധിച്ച് നമുക്ക് ബുദ്ധിമുട്ടേണ്ട സാഹചര്യം വരുന്നില്ല. പിന്നെ അത്യാവശ്യം പറഞ്ഞല്ലോ, ഈ അനുകൂലമായ സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ ഒരുവിധം തൃപ്തികരമായിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഉപയോഗത്തിന് വലിയ പ്രശ്നമില്ലാതെ ഒരുവിധം
തൃപ്തികരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ സാർ. അതുപോലെ നമ്മൾ ഈ മീറ്റർ സെറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ KSIB എന്നാണ്. നമുക്ക് ഈ മീറ്റർ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മീറ്റർ വാടക 230 അല്ലെങ്കിൽ 300 താഴെ? അല്ല, അത് ഫിക്സഡ് ചാർജാണ്. 230 രൂപയൊന്നും മീറ്റർ വാടകയില്ല. 30 രൂപ 34 രൂപ ഉള്ളൂ. ഓക്കെ. അത് തീർച്ചയായിട്ടും KSIB ആയിട്ട് സഹകരിച്ച് പോകുന്നതാണ് നല്ലതല്ലേ? അതെ. അപ്പോൾ നമ്മളത് അഭിവൃദ്ധി ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞില്ല. അതിനെ സംബന്ധിച്ച് നമ്മൾ ഇതാവേണ്ട കാര്യമില്ല. കാരണം KSIBയുടെ സഹായവും സപ്പോർട്ടും നമുക്ക് എപ്പോഴും ഇത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് ആവശ്യമാണ്. അതില്ലാതെ പറ്റില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ മീറ്റർ വാടക എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് വരുന്നില്ലല്ലോ. ബാക്കിയുള്ള അഡീഷണൽ ചാർജ് എല്ലാം കൂട്ടിയിട്ടാണ് ഇത് 300 ചാർജ് മാത്രമേ ആണ്. അഡീഷണൽ കുറച്ച് 2-3 മറ്റ് ഹെഡുകളുണ്ട്. കൃത്യമായിട്ട് ആ ബില്ല് നോക്കിയെങ്കിൽ എനിക്ക് അതെല്ലാം കൂട്ടിയാണെങ്കിൽ 300 എമൗണ്ട് വരുന്നത്, 300 താഴെ വരുന്നത്. സാർ, അതുപോലെ നമ്മുടെ ഈ സോളാറിന്റെ കമ്പനി ഏതാ ചെയ്തേക്കുന്നത്? എൻവേ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അവിടെ തൊടുപുഴയല്ലേ? പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയാ? പാനൽ ബോർഡിന് 25 വർഷം, 25 years അല്ലേ? ഇൻവെർട്ടർ 10 വർഷം, പിന്നെ സർവീസ് കോൺട്രാക്ട് 5 വർഷം. 5 വർഷം അല്ലേ? ഓക്കെ. സാറ് ഹാപ്പിയാണോ അവരുടെ സർവീസിന്? ഫ്രണ്ട്സ്, അതുപോലെ ഈ കാണുന്ന ആപ്ലിക്കേഷൻ കണ്ടോ? ഇത് നമ്മൾ സോളാർ സെറ്റ് ചെയ്യുമ്പം കമ്പനി തന്നെ നമുക്ക് തരുന്ന ഒരു ആപ്ലിക്കേഷൻ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഫുൾ കാര്യം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതായത് ലൈവ് പ്രൊഡക്ഷൻ, അതുപോലെ ഇതുവരെയുള്ള പ്രൊഡക്ഷൻ, പിന്നെ മന്ത്ലി, ഡെയിലി, ഇയർലി ഇതെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇയർലി ആയിട്ടില്ല, അതാണ് കാണിക്കാത്തത്. അതുപോലെ ഇലക്ട്രിസിറ്റി എക്സ്പോർട്ട് ചെയ്തത്, ഇമ്പോർട്ട് ചെയ്തത്, അതുപോലെ ഫുൾ കാര്യം അറിയാൻ പറ്റും. ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞേ ഉള്ളൂ, ഇതിലും കൂടുതൽ സംഭവം ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കിത് മോണിറ്റർ ചെയ്യാൻ പറ്റും കേട്ടോ.